വില്ലന്റെ മകനായി ജനിച്ച നായകൻ മേഘനാഥൻ ജനിച്ചപ്പോ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ കരഞ്ഞൂത്രേ. അങ്ങനെയാണ് മേഘനാഥൻ എന്ന് പേര് വരുന്നത്. ഇന്ദ്രനെ മായായുദ്ധത്തിൽ ജയിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത് എന്നൊരു പേര് വന്നു. അന്ന് ഇന്ദ്രനെ ജയിച്ചിട്ട് ഇന്ദ്രജിത്ത് തിരിച്ചു കൊട്ടാരത്തിൽ വന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു രാവണന്. ഇന്നായിരുന്നെങ്കിൽ രാവണൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടേനെ, ലങ്കയിലെ ദ നെക്സ്റ്റ് ജനറേഷൻ റൂളർ മൈ സൺ ഇന്ദ്രജിത്ത്, ഹാഷ്ടാഗ് പ്രൗഡ് ഫാദർ, ഹാഷ്ടാഗ് കിങ് ബാക്ക് എന്നൊക്കെ. ഇന്ദ്രജിത്തിനും അങ്ങനെ തന്നെയാണ്. രാവണനാണ് എല്ലാത്തിനും ഹീറോ. പക്ഷെ രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അതിനെ എതിർത്തു ഇന്ദ്രജിത്ത്. പറഞ്ഞു, അച്ഛൻ ചെയ്യണത് ശരിയല്ല, അനീതിയാണ്, സീതയെ തിരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ അത് ലങ്കയ്ക്ക് തന്നെ അപകടമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? രാവണൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ അച്ഛന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണ് മേഘനാഥൻ, അനീതിയാണെന്ന് അറിഞ്ഞിട്ടും. കാരണം ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ തനിച്ചാക്കി പോകുന്നത് ഒരു മകന് ചേർന്നതല്ല എന്ന് തോന്നുകയാണ് ഇന്ദ്രജിത്തിന്. അങ്ങനെയാണ് ആ യുദ്ധം ചെയ്യാൻ തയ്യാറാവണത്. തൻ്റെ ശക്തികളെ കൂട്ടാൻ വേണ്ടിയിട്ട് നികുംഭിലയിൽ ചെന്ന് നിരായുധനായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണല്ലോ ഹനുമാനും ലക്ഷ്മണനും ജാംബവാനും സുഗ്രീവനും എല്ലാവരും കൂടി വന്ന് ആക്രമിക്കണത്. പൂജാപാത്രങ്ങൾ വരെ ആയുധമാക്കി എടുത്ത് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചു അത്രേ. പക്ഷെ ഫലം ഉണ്ടായില്ല. മരിക്കുന്നതിന് മുമ്പ് ഇന്ദ്രജിത്ത് ലക്ഷ്മണനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതാണോ നിങ്ങൾ അയോധ്യയിലെ രാജകുമാരന്മാരുടെ യുദ്ധനീതി? നിരായുധനായിട്ടുള്ള ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണോ നിങ്ങളുടെ ധീരത എന്ന്. പക്ഷെ ലോയലായിരുന്നാലും അനീതിക്കൊപ്പമാണ് ഇന്ദ്രജിത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ചോദ്യം ലോകം കേട്ടില്ല. ലോകം അതിന് മറുപടി പറഞ്ഞതുമില്ല. ബംഗാളി ഭാഷയില് ഇന്ദ്രജിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് രാമായണത്തിനെ നോക്കി കാണുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയില് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യ സുലോചനയോട് യാത്ര പറയുന്ന ഒരു ഭാഗമുണ്ട്. വളരെ ഹൃദയഭേദകമായിട്ടാണ് അത് ആ കവി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇന്ദ്രജിത്ത് മരിച്ചതിന് ശേഷം സുലോചന ഇന്ദ്രജിത്തിന്റെ തല ചോദിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് ആ തല കയ്യിലെടുത്തുകൊണ്ട് വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. രാജ്യത്തിന് വേണ്ടിയോ നീതിക്ക് വേണ്ടിയോ അനീതിക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല, അമിതമായിട്ടുള്ള അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ജീവൻ ബലി കഴിച്ച ഒരാളാണ് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ വിലാപം. അങ്ങനെ രാമായണത്തിലെ ബാഡ് ബോയ് ലുക്കിൽ നിന്ന് ഗുഡ് ബോയ് ഫീല് തന്ന ഒരു ലോയൽ ഹീറോ ആണ് ഇന്ദ്രജിത്ത്.